ചെന്നൈ സൂപ്പർ കിങ്സിന് ആകെ മൊത്തത്തിൽ കണ്ടകശനിയാണ് എന്ന മട്ടിലാണ് കേട്ടോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുവതാരം ആയുഷ് മാത്ര പരിക്ക് കാരണം ടീം വിട്ടതിന് ശേഷം മലയാളി താരം സഞ്ജു സാംസണും പരിക്ക് പറ്റിയിരിക്കുന്നു കേട്ടോ. ശനിയാഴ്ച എൽ ക്ലാസിക്കോ മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ട് നടക്കാനിരിക്കെ കഴിഞ്ഞ ദിവസത്തെ പരിശീലനത്തിലാണ് കേട്ടോ സഞ്ജു സാംസണ് കണങ്കാലിന് പരിക്ക് പറ്റിയത്. അതിനുശേഷം പ്രാക്ടീസ് സെക്ഷനിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയും ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 1-2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഇനി എത്ര മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സാവും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 1-2 മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവുമെന്നും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ടീമിന് ഏൽക്കുന്ന വമ്പൻ പ്രഹരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി കഴിഞ്ഞ മത്സരങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് നിലവിൽ 8 മത്സരങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ 3 മത്സരം മാത്രമാണ് ചെന്നൈക്ക് ജയിക്കാനായത്. അതിൽ 5 മത്സരങ്ങളും ചെന്നൈ തോൽക്കുകയുണ്ടായിരുന്നു കേട്ടോ. അതിൽ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മത്സരങ്ങളിലും സഞ്ജു സാംസൺ ഫോമായി എന്നുള്ളതാണ് ഇതിലെ മെയിനായിട്ടും നോക്കുന്നൊരു കാര്യം. അപ്പോൾ സഞ്ജു കളിച്ച മത്സരങ്ങൾ മാത്രമാണ് ഇപ്പം നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ ബൗളേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നതുകൊണ്ടും മാത്രമാണ് ചെന്നൈ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇതേ സാഹചര്യത്തിലാണെങ്കിലും സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേപോലെ പരിക്കുകൾ ടീമിനെ അലക്കുകയാണ് എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും മുന്നോട്ട് പ്ലേ ഓഫ് സാധ്യതയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അഥവാ സഞ്ജു സാംസൺ ടീമിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസന്റെ പകരം ടീമിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ഉറുൽ പട്ടേലായിരിക്കും കേട്ടോ. കൂടെ ഗെയ്ക്കാവട്ടം ഉണ്ടാവും. തുടർന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെവിസും പിന്നെ അതേപോലെ തന്നെ സർഫറാസ് ഖാനും പിന്നെ ശിവൻ ഡുബെ ആയിരിക്കും 4ഉം 5ഉം 6ഉം സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഓർഡർ സെക്ഷനിലേക്ക് വലിയ രീതിയിലുള്ള പ്ലെയേഴ്സ് ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ സഞ്ജു പരിക്ക് പറ്റി ടീമിലേക്ക് തിരിച്ചു വരുന്ന 1-2 മത്സരങ്ങളുടെ ഉള്ളിൽ തന്നെ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതയിൽ തീരുമാനമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പരിക്ക് പെട്ടെന്ന് തന്നെ ഭേദമായിട്ട് ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരുടെ പ്രാർത്ഥന കേട്ടോ.